നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഡോറവനകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. പ്രണവേ 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 പ്രണവ് വാതിൽ തുറക്ക. പ്രണവേ മോനെ എടാ മോനെ പ്രണവേ പ്രണവ് കഥകു തുറക്ക. മോനെ കഥകു തുറക്കടാ. പ്രണവ് പ്രണവ് വാതിൽ തുറക്കാൻ. യോ മോനെ വാതിൽ തുറക്കാൻ. എടാ കഥകു തുറക്കാൻ. പ്രണവ് 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 വാതിൽ തുറക്ക. പ്രണവേ പ്രണവേ പ്രണവ് എടാ ഡോർ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്ക്. പ്രണവേ ചവിട്ടി പൊളിക്ക്. പ്രണവ് പ്രണവേ എന്താണ് മോനെ നീ കാണിച്ചത്? എന്താ പ്രണവ് ഇത്? എന്താ പ്രണവിന് പറ്റിയേ? ആത്മഹത്യ മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായേ? എന്താ പ്രണവ് ഇത്? എടി ഒന്നുമില്ല. ഗൗതം ഇവനെ കൊണ്ടുവന്ന് ഈ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാ ഇവൻ ഈ അതിക്രമത്തിന് മുതിർന്നത്. എന്ത് അതിക്രമം? എല്ലാരും കൂടി ചേർന്ന് പ്രണവിനെ കെട്ടിത്തൂക്കി കൊല്ലാൻ നോക്കി. അയ്യോ പ്രണവ് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും നീ വന്നല്ലോ. സാറേ സാർ ഇത് കണ്ടില്ലേ? ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. എന്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കി. ഈ ഗൗതം നിധിയ ഇതിനൊക്കെ കാരണക്കാര്. രണ്ടുപേരും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. എന്തായാലും ഇയാളെ നിങ്ങൾ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവാ. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ശിവാനി നീ വന്നതുകൊണ്ട് മാത്രം എന്നെ രക്ഷിക്കാനായത്. അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാനെ. കേട്ടോ സാറേ, കൊലപാതക ശ്രമമാണ് സാർ. എത്രയും വേഗം ഇതിനൊരു നടപടി എടുക്കണം. ആദ്യം യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് അറിയണ്ടേ? പ്രണവേ, ആരാ ഇയാളെ കൊണ്ട് പിടിച്ചോണ്ട് വന്നത്? വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന ഗൗതം തന്നെ എന്നെ പിടിച്ചോണ്ട് വന്നത്. ഞാനൊരു ബിസിനസ് മീറ്റിംഗിന് പോയതാ സാർ. ഇയാള് ഗുണ്ടകളെ വിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് പിടിച്ചു വലിച്ച് കാറി കയറ്റി കൊണ്ടുവന്നതാ. എന്തിനാടാ നീ ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറയുന്നേ? ഇല്ലാത്തതൊന്നും അല്ല സാർ, ഇതൊരു സ്വത്ത് തർക്കത്തിൽ തുടങ്ങിയതാ. എന്റെ ഭർത്താവിന് അർഹതപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോ ഒന്ന് ഒഴിവാക്കാൻ നോക്കിയതാ. ശിവാനി മിണ്ടാതിരുന്നോണം, വേണ്ടാത്ത പറയരുത്. അമ്മ ശിവാനിയെ വരട്ടെ ഒന്നും വേണ്ട. ഉള്ള കാര്യം തന്നെ ഇവള് പറഞ്ഞതും. ഇയാൾ തന്നെ എന്നെ തട്ടിക്കൊണ്ട് വന്നത്. കൊന്നു കുഴിച്ചുകൂടാനായിരുന്നു ഇയാളെ പ്ലാൻ. ഇവൻ പറയുന്നൊക്കെ തെറ്റാണ് സാർ. ഇവൻ എന്റെ അനിയനാ. സത്യത്തിൽ ഇവിടെ ഒരു സ്വത്ത് തർക്കവും ഇല്ല. ഈ കുടുംബത്തിലുള്ളത് മുഴുവൻ എഴുതി കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതൊക്കെ വെറും പറച്ചില്ല സാറേ, പക്ഷെ തരത്തില്ല. ഇവൻ ബാറിൽ ചെന്ന് മദ്യപിച്ച് അവിടെയുള്ള ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ചില ലോക്കൽസ് ഇവനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന അറിഞ്ഞിട്ടാ ഞാൻ പോയി ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അതല്ല സത്യം. ആ ഗുണ്ടകളൊക്കെ ഇയാളുടെ ആൾക്കാരാ. എടാ നീ ഒന്നും മിണ്ടാതെ നിന്നേ. ഗൗതം നിന്നെ ഗുണ്ടകളെ വെച്ച് ഉപദ്രവിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. സാറേ, ആ റെസ്റ്റോറന്റിൽ നിന്ന് ഗൗതം പ്രണവിനെ പിടിച്ചോണ്ട് വരുന്നതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ സാർ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? ഈ വീഡിയോ കണ്ടിട്ട് ഗൗതം പ്രണവിനെ രക്ഷിച്ചോണ്ട് വരുന്നതായിട്ട് തോന്നില്ലല്ലോ. സാർ, ഈ വീഡിയോ ആരെടുത്തുന്നോ എപ്പോ എടുത്താണെന്നോ എനിക്കറിയില്ല. ഇവൻ കൂടെ വരാൻ വിളിച്ചപ്പോ എതിർത്ത് നിന്നു. അതുകൊണ്ടാ പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ടി വന്നത്. ഓ, ഇനിയിപ്പോ അങ്ങനെ ഒരു കഥ ഇറക്കിയാൽ മതിയല്ലോ. സാർ, ആ വീഡിയോ കണ്ടതല്ലേ? ഇങ്ങനെയാണോ ഒരാളെ രക്ഷിക്കുന്നത്? സർ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഗൗതം പ്രണവിനെ പിടിച്ചോണ്ട് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ വീഡിയോ കൃത്യസമയത്ത് ആരാ ഷൂട്ട് ചെയ്തത്? ആരായിരിക്കും അത് ശിവാനിക്ക് അയച്ചു കൊടുത്തത്? പറഞ്ഞു കൊടുക്ക് ശിവാനി.
ആരാ നിനക്ക് വീഡിയോ അയച്ചെന്ന് പറ. എന്താ ശിവാനി, വീഡിയോ അയച്ചതെന്ന ആളെ നിനക്കറിയില്ലേ? അത് പിന്നെ ആളെ അറിയില്ലെങ്കിലും കുഴപ്പമില്ല സർ. ആ നമ്പർ എടുത്തൊന്ന് അന്വേഷിച്ചാൽ ആരാണെന്ന് മനസ്സിലാവുമല്ലോ. അതിപ്പോ അന്വേഷിക്കാനൊന്നുമില്ല. എനിക്കത് പറയാനും ബുദ്ധിമുട്ടൊന്നുമില്ല. CKC ഞങ്ങളെ എനിക്ക് വീഡിയോ അയച്ചു തന്നത്. CKC യോ? അതാരാ? ഈ പറഞ്ഞ CKC എന്റെ ബിസിനസ് ശത്രുവാണ് സാറേ. ഇതൊരു ചതിയാ. ഇവനെ ആ ബാറിൽ എത്തിച്ചതും മദ്യപിപ്പിച്ചതും ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചതച്ചതും എല്ലാം അയാളാവാനാണ് സാധ്യത. വെറുതെ ഓരോന്നങ്ങ് പറഞ്ഞോളും. അങ്കിളാ ഇപ്പൊ ഞങ്ങളെ രക്ഷിച്ച് നിർത്തിയിരിക്കുന്നേ. ഇല്ല സർ, ഇതെന്തോ പ്ലാൻഡ് പരിപാടിയാണ്. ഇവൻ മദ്യപിച്ച് ബാറിലിരിക്കുന്നെന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് പോലും CKCയുടെ ആളാവാനാണ് സാധ്യത. ഹലോ, ഒരുപാടങ്ങ് പറഞ്ഞു കേറല്ലേ. CKC അങ്കിൾ എന്റെ ദൈവമാ. എടാ, എന്നെ കൊല്ലാൻ വേണ്ടിട്ട് എല്ലാവരും ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. സാറേ, സാറിന് ആലോചിച്ച് നോക്കുക. ഒരാളെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇത് എന്റെ ഭാര്യ. ഈ നിൽക്കുന്നത് ഇവന്റെയും എന്റെയും അമ്മയാ. എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഇവനെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമോ? അല്ലെങ്കിലും സാറ് വന്ന് കയറുമ്പോ ഗൗതം ഡോർ ഇടിച്ചു തുറന്നല്ലേ പ്രണവിന്റെ മുറിയിൽ കയറിയത്. ഇവനകത്ത് നിന്ന് ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയല്ലായിരുന്നോ? സാറേ, ഇവര് വെറുതെ ഒരു ന്യായങ്ങൾ കണ്ടുപിടിക്കാം. അറസ്റ്റ് ചെയ്യ് സാറേ ഇവരെ. നിങ്ങൾ അടങ്ങി നിൽക്കേ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇവിടുത്തെ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിയിട്ട് പ്രണവിനെ തട്ടിക്കൊണ്ടുവന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ സാറേ സാറെന്താ പെട്ടെന്ന് കാല് മാറുന്നേ? ഇയാള് വലിയ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ മുതലാളിയാണെന്ന് അറിഞ്ഞപ്പോ സാറ് പതുക്കെ ആ സൈഡിലോട്ടങ്ങ് ചാഞ്ഞല്ലേ. കൊള്ളാം കൊള്ളാം സാറേ. കൂടെ നിന്നോ, വല്ല ചില്ലറം തടായി. കൊള്ളും വലിച്ചു കിട്ടിട്ട് വായി തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ, തൂക്കിയെടുത്തോണ്ട് പോകുന്നത് തന്നെയായിരിക്കും. എന്തായാലും കൊച്ചിന്റെ പരാതി അനുസരിച്ച് ഭർത്താവിനെ കിട്ടിയല്ലോ. വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. പിടിക്കേ. സാറേ, സാറൊന്ന് നിക്കേ. സാർ, ഞാനൊന്ന് പറയട്ടെ സാർ.